അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ നോമ്പ് തുറയും കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി തറവാട്ടിൽ പോവാനുള്ള പരിപാടിയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കണ്ട ഞങ്ങൾ രാവിലേക്കുള്ള പെരുന്നാളിൻ്റെ അന്നൊക്കെയുള്ള ഉള്ളിയും അങ്ങനെയുള്ള കട്ടിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടി പോയതാണ് കേട്ടോ ഞങ്ങൾ തറവാട്ടിൽ. അപ്പോൾ ബീഫൊക്കെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് ബീഫ് അടുപ്പത്ത് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ ബീഫൊക്കെ രാത്രി തന്നെ സെറ്റാക്കി റെഡിയാക്കി വെക്കും. തറവാട്ടിൽ ഇപ്രാവശ്യം ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ഇത്തിരി പ്രയാസമൊന്നും വന്നില്ല. പെട്ടെന്നുണ്ടായിട്ടോ. വലിയ ഉള്ളിയൊക്കെ അതിൽ പെട്ടെന്ന് ഉണ്ടായിരുന്നു അരിഞ്ഞെടുക്കാൻ. പിന്നെ നന്നായിട്ട് ചെറുതായി കനം കുറഞ്ഞൊക്കെ അരിഞ്ഞ് കിട്ടി. കണ്ടോ, വലിയ ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടി. ഇത് പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെയാണ് കേട്ടോ. പായസം ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഡ്യൂട്ടി. പിന്നെ അവിടെ ചോറ് വെക്കുന്നുണ്ട്. ബീഫ് പിന്നെ രാത്രി തന്നെ സെറ്റാക്കി എടുത്തതുകൊണ്ട് എന്നാലും ഇത്തിരി മിനുക്ക് പണികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതാണ് ചോറ്. നമ്മൾ ചോറ് അടുപ്പത്ത് ദമ്മിട്ടിട്ട് അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഗ്യാസിന്മേലും അടുപ്പിന്മേലും ഒക്കെ വെച്ചിട്ടാണ് ചോറും പായസവും ഒക്കെ സെറ്റാക്കി എടുക്കുന്നത്. നമുക്ക് നേരത്തെ പള്ളി കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ ചോറ് കൊടുക്കൽ തുടങ്ങും നമ്മൾ അവിടെ ഉള്ളവർക്കൊക്കെ. രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേന് തന്നെ എല്ലാവരും വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ചോറും ഇതൊക്കെ വിളമ്പി കൊടുക്കൽ തുടങ്ങും. അപ്പോൾ അധികം കുറേ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പരമാവധി ഞാൻ കിട്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ. കണ്ട പായസം ഇവിടെ റെഡിയായി. പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ. അപ്പം അത് വേണ്ടവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. നല്ല സേമിയ പായസമാണ് കേട്ടോ. ഇതാ അപ്പം ചിക്കനൊക്കെ മസാല അടുപ്പിൽ വെച്ചതുകൊണ്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി ദമ്മിടുന്ന ഒരു സമയത്താണത് എല്ലാതും റെഡിയാക്കിയതിൽ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി എടുത്തതാണ്. കണ്ട ബീഫ് ഇവിടെ അങ്ങനെ റെഡിയായി. ബീഫ് വെച്ചപ്പോൾ കുറേ ഉണ്ടായിരുന്നെങ്കിലും വെച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. ചുങ്ങി വരുമല്ലോ. പിന്നെ രാവിലെ ഇടാല്ല സനുവിൻ്റെ ഡ്രസ്സൊന്ന് തുന്നണമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങളൊന്ന് അത് തുന്നാനും പിന്നെ സനുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സനുവിൻ്റെ കുറച്ച് ഫാഷൻ പരേഡൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ. സനുവിൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് അപ്പം നിന്നതാണ്. വേറെ പെരുന്നാളിൻ്റെ പരിപാടികളും ഒക്കെയാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ തറവാട്ടിൽ പോയി. അവിടെ അനിയത്തികളും നാത്തൂന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് നേരം നിന്നു. അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി ബാക്കിയുള്ളതൊക്കെ കേട്ടോ. എന്തൊക്കെ എവിടെയൊക്കെ തിരക്കുകൾ നടന്നാലും ഇവിടെ ഈ 2-3 ആൾക്കാരിങ്ങനെ ഈ ഒരു ഫോണും പിടിച്ചിട്ട് ഒരു ഭാഗത്തുണ്ടാവും. കണ്ടോ, ഇവരതൊന്നും അറിയണില്ല. അവർക്ക് പിന്നെ ഫോൺ കിട്ടിയാൽ പിന്നെ ഫോണുമ്പോൾ തന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവരും ഭയങ്കര അടുപ്പാണ്. കണ്ടതൊക്കെ അനിയത്തിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇതാ അപ്പം തറവാട്ടിൽ ഗോതമ്പ് വെച്ചിട്ടില്ല, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടില്ല പായസമാണ്. അപ്പോൾ ഇതാ എളാപ്പാരും എല്ലാവരും തറവാട്ടിൽ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളൊരു കുഞ്ഞ് പെരുന്നാളിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.